ചേരുന്നത്. തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപം അഗ്രശാലയിൽ തീപിടുത്തം. അഗ്രശാലയുടെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അഗ്നിരക്ഷാ സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൽ അട്ടിമറിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടു. ഞാനിപ്പോൾ നിൽക്കുന്ന പാറമേക്കാവ് ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിന്റെ മുകളിലത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. 8:30-ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായതെന്ന് സംബന്ധിച്ച് തൃശൂർ ഫയർഫോഴ്സിന് വിവരം ലഭിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന തൃശൂർ പൂരത്തിന്റെ ഭാഗമായി സൂക്ഷിച്ചിരുന്ന കുടയ്ക്ക് ഉൾപ്പെടെ തീപിടിക്കുകയായിരുന്നു. ഈ കുടയുടെ തുണി അടക്കമുള്ള മെറ്റീരിയലുകൾ ഇവിടെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ അവയ്ക്കാണ് ആദ്യം തീപിടിക്കുന്നത്. ആ സമയത്ത് അവിടെ സൂക്ഷിച്ചിരുന്ന പായ അടക്കമുള്ള വസ്തുക്കൾക്ക് കൂടി തീ പിടിച്ചതോടുകൂടി വലിയ രീതിയിൽ ഒന്നാമത്തെ നിലയിൽ തീ ആളിക്കത്തുകയായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സിന് വിവരം ലഭിക്കുന്നു. ഫയർഫോഴ്സ് 3 യൂണിറ്റ് എത്തി തീ അണയ്ക്കുന്നതിനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ തന്നെ നടത്തി. പക്ഷേ 1 മണിക്കൂറിലധികം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഈ കെട്ടിടത്തിലെ തീ ഉൾപ്പെടെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് ഫയർഫോഴ്സിന് എത്താനായത്. പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഏറ്റവും താഴത്തെ നിലയിൽ ഈ നവരാത്രി ആഘോഷങ്ങളെല്ലാം നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നൃത്തപരിപാടികളെല്ലാം നടക്കുന്ന സമയത്താണ് ഈ മുകളിലത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അവിടെ ആ സമയത്ത് ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനടക്കമെത്തിയ ആളുകൾ എല്ലാവരും ഉള്ള സമയത്താണ് തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്ര അന്വേഷണം വേണം എന്ന നിലപാടിലാണ് നിലവിൽ പാറമേക്കാവ് ദേവസ്വം ഉള്ളത്. അത് ഷോർട്ട് സർക്യൂട്ടാണോ അതിനപ്പുറത്തേക്ക് ഒരു അട്ടിമറി ഉണ്ടോ എന്ന് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണം. അതിൽ സർക്കാർ ഇടപെടണം, റവന്യൂ മന്ത്രി ഇടപെടണം എന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ പാറമേക്കാവ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്താ ഉണ്ടായെന്നുള്ള ഒരു ഇതുമില്ല, അറിയില്ല. പ്രതീക്ഷിതമായിരുന്നു. എല്ലാ കൊല്ലം ഇതുപോലെ നവരാത്രി മണ്ഡപത്തിൽ ഇങ്ങനെ പരിപാടികൾ നടക്കാറുണ്ട്. ഇതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ പൂരത്തിന് കഞ്ഞി കൊടുക്കുന്ന പാളയുണ്ടായിരുന്നു. ആ പാള സ്റ്റോർ ചെയ്തെന്ന് കുറച്ച് കുടയുടെ ശീലകളുണ്ടായിരുന്നു. അതുമെന്നാണെന്ന് വിചാരിക്കണം. ഇൻവെസ്റ്റിഗേഷൻ വേണം. ഇതിൻ്റെ കോസ് എന്താണെന്ന് നമുക്കറിയണം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾക്കകം തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ ഒരു അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിനായിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വലിയ ഈ പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകും എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് അറിയിക്കുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.